അതിനുശേഷം പെയിന്റിങ് മാറ്റിന് എക്സ്ട്രാ പൈസ ഇല്ല, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. 14. അപ്പോൾ പക്ഷേ ഈ ലൈൻ വരച്ചിട്ടില്ല ഇതിൽ? ലൈനൊന്നും വരച്ചിട്ടില്ല, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാണ്. ഓക്കെ. ഈ ഒരു മാറ്റിന്റെ പ്രശ്നം ഇപ്പോൾ എൻ്റെ 100ന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഇളവുന്നൊരു പ്രശ്നമുണ്ട്. ഈ പെയിന്റ് അങ്ങനെ ഇല്ല. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള പെയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. ഇത് സ്റ്റിക്കർ അല്ലേ റോയൽ എൻഫീൽഡിന്റെ? അത് നമ്മൾ ചെയ്തതാണ്. ഇത് പക്ഷേ ആ ഒരു ഫിനിഷിംഗ് എന്തായാലും ചെറിയൊരു പ്രശ്നമുണ്ട്. അതുണ്ട്, അത് അതിന് വരും. അതെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റിന് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വല്ലതും വെച്ച് ഒട്ടിക്കേണ്ടി വരും. അതെ, വൃത്തികേടായിരിക്കും. ഓക്കെ, ഇപ്പോൾ പക്ഷെ എന്തായാലും ലുക്ക് ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി പ്ലേറ്റിംഗ് പാർട്സ് എന്തൊക്കെയാണ്? പ്ലേറ്റിംഗ് നമ്മൾ എഞ്ചിൻ പാർട്സ് ഫുള്ളി പ്ലേറ്റ് ചെയ്യാൻ പാർട്സ്, പിന്നെ ബെൻഡ് പൈപ്പ്, ബ്രാക്ക് പെഡൽ, ഓക്കെ, ഇതെല്ലാം പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, ബഫിംഗ് ഒന്നുമില്ല അല്ലേ? ബഫിംഗ് ഇല്ല. പിന്നെ 2 റിം, ഫ്രണ്ട് ബാക്ക് റിം ഒക്കെ പ്ലേറ്റ് ചെയ്താണ്. സ്റ്റംപ് ബഫ്, ഇത് രണ്ടും ബഫ് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ എത്രയായി പ്ലേറ്റിംഗ്? 17 സംതിങ് പ്ലേറ്റിംഗ് എല്ലാം കൂടി ആയിട്ടുണ്ട്. പിന്നെ ലേബർ എന്ന് പറയുന്നത് എന്തായാലും 10 രൂപ. എഞ്ചിൻ പണിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ ആയിരുന്നു? വണ്ടി കണ്ടീഷൻ ആയിരുന്നു, പക്ഷേ പുതിയൊരു രീതിയിൽ ചെയ്യണമായിരുന്നു പുള്ളിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവും? ടോട്ടൽ എനിക്ക് തോന്നുന്നു 40, 17, 57, 65, 90 റേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു 90-നകത്തല്ലേ?